കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി റീറ്റെയിൽ കോൺക്ലേവിന് ബേക്കലിൽ തുടക്കമായി. 2 ദിവസങ്ങളിലായി ബേക്കൽ ഗേറ്റ്വേയിൽ നടക്കുന്ന പരിപാടി KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്തു. ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. ചരക്ക് സേവന നികുതി വകുപ്പ് ചെറുകിട കച്ചവടക്കാരെ പീഡിപ്പിക്കുന്ന വിഭാഗമായി മാറിയെന്ന് KC വേണുഗോപാൽ MP ആരോപിച്ചു. നികുതി ഘടന ഏകീകരിക്കുകയും ലളിതവൽക്കരിക്കുകയും സുതാര്യമാക്കുന്നതിനും പകരം ദ്രോഹിക്കുന്ന തലത്തിലേക്കാണ് വകുപ്പിന്റെ പോക്കെന്നും MP പറഞ്ഞു. ബേക്കൽ ഗേറ്റ്വേയിൽ നടന്ന കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സംസ്ഥാനതല റീറ്റെയിൽ കോൺക്ലേവ് 2 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിങ്ങൾ ഡൽഹിയിൽ സമരം നടത്തി, ഇന്ത്യൻ പാർലമെന്റിൽ അതിനെക്കുറിച്ച് എല്ലാ പ്രാവശ്യവും പ്രശ്നങ്ങളുണ്ടാക്കി, പ്രക്ഷോഭമുണ്ടാക്കി. എനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും, ഇന്ത്യയിൽ ഒരു 10,000 യോഗങ്ങളിലെങ്കിലും രാഹുൽ ഗാന്ധി എടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം ഈ GST എന്ന് പറയുന്ന ജനങ്ങളെ ദ്രോഹിക്കുന്ന രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്ത രീതിയെ അവസാനം ഇപ്പൊ എല്ലാം ചെയ്ത് ഒരുപാട് കെടുതി നടത്തിയതിനു ശേഷമാണ് ഇംപ്ലിമെന്റ് ചെയ്ത് ഏകദേശം 8 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് അതിൽ കുറെ കാര്യങ്ങൾക്ക് ഇപ്പം നികുതി ഏകീകരിക്കാതെ. GST എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്തായിരുന്നു? നികുതി ഏകീകരണമാണ്, സിംപ്ലിഫിക്കേഷനാണ്, ലളിതവൽക്കരിക്കുകയും ഏകീകരിക്കുകയാണ്. പക്ഷെ നമ്മുടെ GST വന്നപ്പോഴേ തുടക്കം മുതൽ അങ്ങോട്ട് ഏകീകരണം ഉണ്ടായില്ല. 4-5 രീതിയിൽ ടാക്സുകൾ, സിംപ്ലിസിറ്റി ഇല്ല, റിട്ടേൺ ഫയൽ ചെയ്യാനൊക്കെ എടുത്ത പാട്, ബുദ്ധിമുട്ടുകൾ. ഇത് ഞങ്ങൾ പലപ്പോഴും പാർലമെന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി വിളിച്ചു വരുത്തിയാൽ ഉദ്യോഗസ്ഥന്മാർക്കെന്ന മറുപടിയില്ല. 1-2 കുത്തക മുതലാളിമാരുള്ള രാജ്യത്തിന്റെ ആവശ്യം. ഓരോ ഗ്രാമങ്ങളിലും ഒട്ടേറെ കുടുംബങ്ങൾക്ക് അത്താണിയാകുന്ന ചെറുകിടക്കാരാണ് വേണ്ടത്. ബാങ്കുകളുടെ നിഷ്ക്രിയ ആസ്തികൾ 80% കുത്തകകളുടേതാണ്. സംസ്ഥാനത്തെ കച്ചവടക്കാരുടെ ന്യായമായ എല്ലാ ആവശ്യങ്ങൾക്കും ഒപ്പം നിൽക്കുന്ന UDF സർക്കാർ ഏതാനും മാസങ്ങൾക്കുള്ളിൽ വരുമെന്നും വ്യാപാരി സമൂഹത്തിന്റെ പിന്തുണയും സഹായവും ഉണ്ടാകണമെന്നും MP കൂട്ടിച്ചേർത്തു. നമ്മളെ സംബന്ധിച്ചിടത്തോളം വ്യാപാരി വ്യവസായി മേഖല ഉയർത്തുന്ന ന്യായമായ ആവശ്യങ്ങളോടൊപ്പം നിൽക്കാനും നിങ്ങളുടെ പ്രയാസങ്ങൾ ലഘൂകരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക പദ്ധതികൾ ഉണ്ടാക്കാനും ഐക്യജനാധിപത്യ മുന്നണി പ്രതിജ്ഞാബദ്ധമാണെന്നുള്ള കാര്യം പറയുന്ന കാര്യമല്ല, മുൻപേ പറയുന്ന കാര്യം തന്നെയാണ്. വ്യാപാരികളുടെ സംഘടന എന്ന് പറയുമ്പോൾ വ്യാപാരി വ്യവസായ ഏകോപന സമിതി തന്നെയാണ് ആ സംഘടനക്കകത്ത് ഇന്ന് കേരളത്തിലെ വ്യാപാരി സംഘടനകളിൽ ഏറ്റവും തലയെടുപ്പോടെ നിൽക്കുന്ന സംഘടന. നിങ്ങളുടെ കൺസേൺ ഇപ്പം ഇവിടെ സൂചിപ്പിച്ച പല കൺസേണുകളും സാജന്മാർ ഈ നാട്ടിൽ വീണ്ടും ഉണ്ടാകാതിരിക്കാൻ കൃത്യനിഷ്ഠയോടുകൂടി നിങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടാനും പ്രവർത്തിക്കാനും നിങ്ങൾക്ക് വേണ്ടി സിമ്പതൈസ് ചെയ്യുന്ന ഒരു സർക്കാർ 3-4 മാസം കഴിഞ്ഞാൽ കേരളത്തിൽ വരുമെന്നുള്ള കാര്യത്തിൽ നിങ്ങൾ സംശയമില്ല. ഓരോ ഇഷ്യൂസും 1, 2, 3, 4, 5 ഇഷ്യൂസ് നിങ്ങളെയും കൂടി സഹായത്തോടുകൂടി സംസ്ഥാനത്തെ സർക്കാരിനെ ശക്തിപ്പെടുത്തുകയും ആ ശക്തിപ്പെടുത്ത സർക്കാരിനെ കൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകകാലമായി നിങ്ങളെ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും കഴിയുന്നതാണ്. ഇങ്ങോട്ട് സഹായിച്ചാൽ തിരിച്ചും സഹായിക്കുന്നവരാണ് വ്യാപാരികളെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച KVVS സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര പറഞ്ഞു. കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എത്ര കെട്ടുറപ്പോടുകൂടി ഒരു സംസ്ഥാനത്തെ 1000-10,000-ഓളം ആളുകളെ ഒരു പരിപാടി ബുക്ക് ചെയ്ത് മുഴുവൻ പണവും ചെലവാക്കി കിട്ടും. വീണ്ടും 1 മാസം കഴിയുമ്പോൾ അതേപോലെ തന്നെ അത്രയും ആളുകളെ സംഘടിപ്പിച്ച് അവിടെ എത്തിക്കുവാൻ ഒരു രാഷ്ട്രീയ പാർട്ടി കൊണ്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നമ്മളെ പോലും കേരള പ്രസ്ഥാനം കേരളത്തിലേക്കും മറ്റില്ല എന്നുള്ളത് നമുക്ക് അഭിമാനത്തോടെ പറയാം. സംസ്ഥാന വൈസ് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമായ അഹമ്മദ് ഷെരീഫ് സ്വാഗതം പറഞ്ഞു. സംഘാടനത്തിന്റെ ചരിത്ര വഴികൾ എന്ന കവറുപേജ് MP പ്രകാശനം ചെയ്തു. നിരവധി ആവശ്യങ്ങൾ അടങ്ങിയ നിവേദനങ്ങൾ വ്യാപാരി നേതാക്കൾ MPക്ക് കൈമാറി. സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി, മറ്റ് സംസ്ഥാന നേതാക്കളായ P കുഞ്ഞാവ് ഹാജി, KV അബ്ദുൽ ഹമീദ്, MK തോമസ് കുട്ടി, PC ജേക്കബ്, AJ ഷാജഹാൻ, ബാബു കോട്ടയിൽ, സണ്ണി പയ്യമ്പിള്ളിൽ, ബാപ്പു ഹാജി, Y വിജയൻ, C ധനേഷ് ചന്ദ്രൻ, ജോജിൻ T ജോയ്, V സബിൽ രാജ്, സലീം രാമനാട്ടുകര, S ദേവരാജൻ തുടങ്ങിയവർ സംസാരിച്ചു. കോൺക്ലേവ് ബുധനാഴ്ച സമാപിക്കും. ന്യൂസ് ബ്യൂറോ, ഉദുമ.